പിടിച്ചുകുലുക്കാൻ മമ്മൂട്ടിയുടെ ബസൂക്കയ്ക്കൊപ്പം ബേസിൽ ജോസഫിന്റെ മരണമാസും എത്തുന്നു. ഇരു ചിത്രങ്ങൾക്കും പ്രേക്ഷകർക്കിടയിൽ വലിയ ഹൈപ്പ് ഉള്ളതിനാൽ ചിത്രങ്ങളെ വളരെ ആകാംക്ഷയോടെയാണ് സിനിമാ പ്രേമികൾ നോക്കിക്കാണുന്നത്. ടൊവിനോ തോമസ് നിർമ്മിച്ച് നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മരണമാസ്. ബേസിൽ ജോസഫ് നായകനായി എത്തുന്ന ചിത്രം ഒരു കോമഡി എന്റർടൈനറായിട്ടാണ് ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നേരത്തെ പുറത്തിറക്കിയിരുന്നു. പോസ്റ്ററിലെ ബേസിലിന്റെ ലുക്കും ഏറെ ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ ചിത്രം മമ്മൂട്ടിയുടെ ബസൂക്കയുമായി ക്ലാഷിനൊരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഏപ്രിലിൽ റിലീസായി മരണമാസം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴിതാ ചിത്രം ഏപ്രിൽ 10 പുറത്തിറങ്ങുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ മമ്മൂട്ടി ചിത്രമായ ബസൂക്കയ്ക്കൊപ്പമാകും ചിത്രം ഇറങ്ങുക. ഇരു ചിത്രങ്ങൾക്കും പ്രേക്ഷകർക്കിടയിൽ വലിയ ഹൈപ്പ് ഉള്ളതിനാൽ ഈ ക്ലാഷിനെ വളരെ ആകാംക്ഷയോടെയാണ് ഏവരും നോക്കിക്കാണുന്നത്. വാഴ, ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ സിജു സണ്ണിയാണ് മരണമാസ സിനിമയുടെ തിരക്കഥ ഒരുക്കുന്നത്. ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസും വേൾഡ് വൈൽഡ് ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ടൊവിനോ തോമസ്, ടിങ്സ്റ്റൺ തോമസ്, തൻസീർ സലാം, റാഫേൽ പേഴോളിപ്പറമ്പിൽ എന്നിവരാണ് മരണമാസിന്റെ നിർമ്മാതാക്കൾ. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. വിവാഹ സൽക്കാര ചടങ്ങുകളിൽ നിന്ന് പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. പുനരുപയോഗമില്ലാത്ത പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിന് കർശന നടപടി വേണമെന്നും ഹൈക്കോടതി നിർദ്ദേശത്തിൽ പറയുന്നു. പ്ലാസ്റ്റിക് വെള്ളക്കുപ്പി നിരോധനം എങ്ങനെ പ്രായോഗികമായി നടപ്പാക്കാനാകുമെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയായിരുന്നു നിർദ്ദേശം. അതേസമയം മലയോര മേഖലയിൽ പ്ലാസ്റ്റിക് നിരോധനം പരിഗണനയിലാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഹൈക്കോടതിയിൽ വിശദീകരണം നൽകി. 100 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിന് ലൈസൻസ് ആവശ്യമാണെന്ന് കോടതി വ്യക്തമാക്കുന്നു. ലൈസൻസ് നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് അധികാരം നൽകിയിട്ടുള്ളത്. സൽക്കാര ചടങ്ങുകളിൽ 1/2 ലിറ്റർ വെള്ളക്കുപ്പികൾ ഉപയോഗിക്കുന്നതിന് നിരോധനമുണ്ട്. വിഷയവുമായി ബന്ധപ്പെട്ട് റെയിൽവേക്ക് ഹൈക്കോടതിയുടെ വിമർശനമുണ്ട്. ട്രാക്കുകൾ മാലിന്യമുക്തമായി സൂക്ഷിക്കാൻ റെയിൽവേക്ക് ബാധ്യതയുണ്ട്. പൊതുസമൂഹത്തോടും നിയമ സംവിധാനത്തോടുമുള്ള ബാധ്യത പാലിക്കണം. ട്രാക്കുകളിൽ മാലിന്യം തള്ളാൻ റെയിൽവേ അനുവാദം നൽകരുത്. മാലിന്യം പൂർണ്ണമായും നീക്കണമെന്നും റെയിൽവേയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. പശുവിന്റെ പാലിനേക്കാൾ പോഷക സമൃദ്ധമാണ് പാറ്റയുടെ പാലെന്ന് ഗവേഷകർ. സൂപ്പർ ഫുഡ് കാറ്റഗറിയിലെ പുതിയ എൻട്രി എന്നാണ് പാറ്റയുടെ പാൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. പാറ്റയുടെ പാൽ, പ്രത്യേകിച്ച് ഡിപ്ലോപ്റ്ററ പങ്ക്ടാറ്റ എന്ന ഇനത്തിൽപ്പെട്ട പാറ്റയുടെ പാൽ പശുവിൻ പാലിനേക്കാൾ 3 ഇരട്ടി പോഷക സമൃദ്ധമെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത്. പാറ്റയുടെ പാലിൽ ശ്രദ്ധേയമായ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിരിക്കാമെന്നാണ് പോഷകാഹാര വിദഗ്ധരും വിലയിരുത്തുന്നത്. പ്രോട്ടീനുകൾ, കൊഴുപ്പ്, പഞ്ചസാര എന്നിവയാൽ സമ്പുഷ്ടമായ ഈ പാൽ ഏറ്റവും പോഷകകരമായ പദാർത്ഥങ്ങളിൽ ഒന്നാകാമെന്ന് ഗവേഷകർ പറയുന്നു. പാറ്റയുടെ പാലിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ സംബന്ധിച്ചും പ്രത്യേകതകൾ സംബന്ധിച്ചും കൂടുതൽ പഠനങ്ങൾ നടക്കുകയാണ്. ഗവേഷണം പ്രാരംഭഘട്ടത്തിലാണെങ്കിലും പുതിയ കണ്ടുപിടുത്തം ബദൽ സുസ്ഥിര ഭക്ഷണ സ്രോതസ്സുകൾക്കായി പുതിയ വാതിലുകൾ തുറക്കുകയാണെന്ന് ഗവേഷകർ പറയുന്നു. പെൺപാറ്റകൾ കുഞ്ഞുങ്ങൾക്കായി ഉൽപ്പാദിപ്പിക്കുന്നതാണ് പാൽ പോലുള്ള ദ്രാവകമെന്ന് 2016 ജേണൽ ഓഫ് ദി ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ക്രിസ്റ്റലോഗ്രഫിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു.
എരുമപ്പാലിനേക്കാൾ 3 ഇരട്ടി കലോറി പാറ്റയുടെ പാലിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനം പറയുന്നത്. മാത്രമല്ല, കോശങ്ങളുടെ ആരോഗ്യത്തിൽ നിർണായകമായ നിരവധി പ്രോട്ടീനുകളും അമിനോ ആസിഡുകളും ആരോഗ്യകരമായ പഞ്ചസാരയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഗുണങ്ങൾ ഏറെയാണെങ്കിലും പാറ്റപ്പാൽ ഇതുവരെ മനുഷ്യ ഉപഭോഗത്തിന് ലഭ്യമായി തുടങ്ങിയിട്ടില്ല. ഇതിന് ഏറ്റവും വലിയ തടസ്സം ഉൽപാദനം തന്നെയാണെന്ന് ഗവേഷകരെ ഉദ്ധരിച്ച് ദി ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക്, സിഡ്കോ ന്യൂസ്.